ഹായ് മക്കളെ, ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് ഡിവിസിബിലിറ്റിയാണ്. എന്താണ് ഡിവിസിബിലിറ്റി? ഏതെല്ലാം ഏരിയകളിലാണ് ഇതിൻ്റെ പ്രയോജനം ഉണ്ടാവുന്നത്? എന്താണ് ഭാവിയിൽ നമുക്ക് ഇതേകൊണ്ടുള്ള നേട്ടം എന്താണ്? ഈ 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് ഈ കൃത്യമായ ഈ ഡിവിസിബിലിറ്റി കൊണ്ടുള്ള പ്രയോജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഫസ്റ്റ്, എന്താണ് ഡിവിസിബിലിറ്റി? ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് കൃത്യമായി ഡിവൈഡ് ചെയ്യാൻ, എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ? റിമൈൻഡർ 0 വരത്തക്ക വിധം, ശിഷ്ടം 0 വരത്തക്ക വിധം ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ എന്ന പരിശോധനയാണ് ഡിവിസിബിലിറ്റി. ഏതെല്ലാം ഏരിയകളിലാണ് ഇതിൻ്റെ പ്രയോജനം വരുന്നത്? ക്ലാസ് 4-ൽ ഡിവിഷൻ പഠിക്കുമ്പോൾ മുതൽ ഏതൊരു ഹയർ ക്ലാസ്സിലും നിങ്ങൾക്ക് ഡിവിഷൻ വരുന്ന എല്ലാ ഘട്ടങ്ങളിലും ഇതിൻ്റെ പ്രയോജനം നമുക്ക് കിട്ടാറുണ്ട്. എല്ലാ ഡിവിഷനുകളിലും മാത്രമല്ല, LCM, HCF, അതുപോലെ ഫാക്ടർ കാണുക, ഫ്രാക്ഷൻസ് ലോവസ്റ്റ് ഫോമിലേക്ക് കൊണ്ടുവരിക തുടങ്ങി എല്ലാ മേഖലകളിലും നമ്പേഴ്സ് വരുന്ന എല്ലാ ഘട്ടങ്ങളിലും ഈ ഡിവിസിബിലിറ്റി റൂൾ പ്രയോജനപ്പെടാറുണ്ട്. ഇനി എന്താണ് നിങ്ങൾക്ക് ഭാവിയിൽ അതിൻ്റെ ആവശ്യം വരുന്നത്? ഡെയിലി ലൈഫിൽ നമുക്ക് ഒരു നമ്പറിനെ കൃത്യമായി മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ എന്ന ആവശ്യം വരുന്ന പല ഘട്ടങ്ങളുമുണ്ട്, അല്ലേ? ഇത്ര എമൗണ്ട് ഇത്ര പേർക്ക് ഡിവൈഡ് ചെയ്യാൻ കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കുമോ? അങ്ങനെ പല ആവശ്യങ്ങളും നമുക്ക് വരും. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാതെ തന്നെ കൃത്യമായി ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും. കൂടാതെ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമുകളിലും ജോലിക്ക് വേണ്ടി നെട്ടോട്ടം ഓടുന്ന ഈ കാലത്ത് PSC, ബാങ്ക്, RRB എല്ലാ മേഖലകളിലും ഏതൊരു എക്സാമിനും ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയ ആദ്യ പാഠമാണിത്. ഡിവിസിബിലിറ്റി റൂൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത്, അതിൻ്റെ പ്രയോജനപ്പെടുത്തുക. ഡിവിസിബിലിറ്റി റൂൾ അറിയുക മാത്രമല്ല, അത് ഏതെല്ലാം ഏരിയകളിൽ പ്രയോജനപ്പെടുത്താമോ അവിടെയൊക്കെ നാം പ്രയോജനപ്പെടുത്തുകയും വേണം. അറിഞ്ഞു എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. ഉണ്ട് കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ പരീക്ഷകൾക്ക് ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് 8 കൊണ്ട് കൃത്യമായി ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ഈ തന്ന നമ്പറിൽ ഏതെങ്കിലും ലാസ്റ്റ് ഡിജിറ്റ് ഒഴിവാക്കിയിട്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്ലേസിലുള്ള ഡിജിറ്റ് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഏത് നമ്പർ ആയാൽ ഇതിനെ 8 കൊണ്ട് അല്ലെങ്കിൽ വേറെ 9 കൊണ്ട് കൃത്യമായി ഡിവൈഡ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ഡിവിസിബിലിറ്റി റൂൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് 2 മുതൽ 12 വരെയുള്ള നമ്പേഴ്സ് കൊണ്ടുള്ള ഡിവിസിബിലിറ്റി റൂൾ അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഏതൊരു നമ്പറിനെയും, വലിയ നമ്പറിനെയും ഏത് വലിയ നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കാനായിട്ട് സാധിക്കും. ഇന്ന് നാം 2 മുതൽ 6 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഡിവിസിബിലിറ്റിയാണ് പരിശോധിക്കുന്നത്. 7 മുതൽ 12 വരെയുള്ളത് നെക്സ്റ്റ് പാർട്ടിൽ ചെയ്യാം എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ വീഡിയോ ലെങ്തിയായി പോകും. ഞാൻ ലളിത, ലേൺ വിത്ത് ലളിത ടീച്ചറിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഫസ്റ്റ് നമുക്ക് ഡിവിസിബിലിറ്റി ബൈ 2 ചെക്ക് ചെയ്ത് നോക്കാം. എന്താണ് ഡിവിസിബിലിറ്റി റൂൾ പറയുന്നത്? നമുക്ക് തന്ന നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ലാസ്റ്റ് ഡിജിറ്റ് 0യോ 2, 4, 6, 8 തുടങ്ങിയ ഈവൺ നമ്പറുകളോ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ തന്ന നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. എന്താണ്? ഒന്നുകൂടി നോക്കാം. ലാസ്റ്റ് ഡിജിറ്റ് മാത്രം ശ്രദ്ധിക്കുക. എത്ര വലിയ നമ്പറാണ് തന്നതെങ്കിലും അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം ശ്രദ്ധിക്കുക. ലാസ്റ്റ് ഡിജിറ്റ് 0യോ മറ്റ് ഏതൊരു ഈവൺ നമ്പറോ 2, 4, 6, 8 തുടങ്ങിയ ഈവൺ നമ്പറോ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അത് ആ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതായത് തന്ന നമ്പർ ഒരു ഈവൺ നമ്പർ ആയാൽ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. സിമ്പിൾ അല്ലേ? നോക്കൂ, എക്സാമ്പിൾ ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാൻ 6 മാത്രം നോക്കിയാൽ മതി. 6 ഒരു ഈവൺ നമ്പറാണ്, അതുകൊണ്ട് ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 0 ആണ്. 0 ആയിക്കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് 0 ആയാൽ നമുക്ക് ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 3 ആണ്. 3 ഒരു ഓഡ് നമ്പറാണ്, ഈവൺ നമ്പർ അല്ല, അല്ലേ? ഇതിലുള്ള ഒരു നമ്പർ അല്ല നമുക്ക് 3, അതുകൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. ഈ നമ്പർ നോക്കൂ, ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. 5ന് ഒരു ഓഡ് നമ്പറാണ് 5, അതുകൊണ്ട് ഇതിനെ ഈ നമ്പറിൽ ഒന്നും ഉൾപ്പെടില്ല, അതുകൊണ്ട് ഇത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. സിമ്പിൾ അല്ലേ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 0യോ 2, 4, 6, 8 എന്നീ നമ്പറുകളോ ആയിരിക്കണം. ലാസ്റ്റ് ഡിജിറ്റ് മാത്രം ശ്രദ്ധിക്കുക. തന്ന നമ്പർ ഒരു ഈവൺ നമ്പർ ആയിരിക്കണം. നെക്സ്റ്റ്, ഡിവിസിബിലിറ്റി ബൈ 3 നോക്കാം. ഡിവിസിബിലിറ്റി ബൈ 3 റൂൾ ഇതാണ്. നമുക്ക് തന്ന നമ്പറിന്റെ സം ഓഫ് ഡിജിറ്റ്സ് മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കണം. അതായത് 3 കൊണ്ട് എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കണം. എന്തിനെ? സം ഓഫ് ഡിജിറ്റ്സിനെ, അക്കങ്ങളുടെ തുകയെ
ആ തന്ന നമ്പറിലെ അക്കങ്ങളുടെ തുകയെ സം ഓഫ് ഡിജിറ്റ്സിനെ കൃത്യമായി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, റിമൈൻഡർ 0 വരത്തക്ക വിധത്തിൽ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ തന്ന നമ്പറിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. എക്സാമ്പിൾ നോക്കൂ, 345. ഇതിലെ ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 3, 4, 5 ആണ്. ഇതിന്റെ സമ്മ് 3 + 4 + 5 എത്രയാണ്? 3 + 4 7, 7 + 5 12 ആണ് അല്ലേ? 12 ഒരു 3യുടെ മൾട്ടിപ്പിൾ അല്ലേ? 3യുടെ മൾട്ടിപ്പിൾ ആണ്. 3 4s are 12 അല്ലേ? 3 4 12. അതുകൊണ്ട് 12നെ നമുക്ക് 3 കൊണ്ട് കൃത്യമായി ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. 12നെ 3 കൊണ്ട് എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് 345നെയും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. സെക്കൻഡ് എക്സാമ്പിൾ നോക്കൂ, 2034 ഡിജിറ്റ്സ് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 2 + 3 5, 5 + 4 9. 9 3യുടെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഈ നമ്പറിനെയും കൃത്യമായി റിമൈൻഡർ ശിഷ്ടം 0 വരത്തക്ക വിധത്തിലെ റിമൈൻഡർ 0 വരത്തക്ക വിധത്തിലെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. നോക്കൂ, ഈ നമ്പറിലെ ഡിജിറ്റ്സ് 2 + 1 3, 3 + 4 7. 7 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലേ? 3 കൊണ്ട് കൃത്യമായി ഹരിക്കാൻ സാധിക്കില്ല 7നെ. അതുകൊണ്ട് ഇത് 3യുടെ മൾട്ടിപ്പിൾ അല്ല. ഈ നമ്പറിനെയും എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. നോക്കൂ, ഇവിടെ 2 + 1 3, 3 + 1 4. 4നെ നമുക്ക് 3 കൊണ്ട് കൃത്യമായി 0 റിമൈൻഡർ 0 വരത്തക്ക വിധത്തിൽ കൃത്യമായി ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇതും ഈ നമ്പറും തന്ന നമ്പറും നമ്മുടെ 3യുടെ മൾട്ടിപ്പിൾ അല്ല. ഡിവൈഡ് ചെയ്യാൻ കൃത്യമായി സാധിക്കില്ല. ക്ലിയർ? ഡിവിസിബിലിറ്റി ബൈ 4 എന്താണ് റൂൾ പറയുന്നത്? ഒന്നെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 0 ആയിരിക്കണം, അല്ലെങ്കിൽ ആ 2 ഡിജിറ്റ് 1 പ്ലേസിലും 10th പ്ലേസിലും ഉള്ള ആ നമ്പേഴ്സ് ഉണ്ടാക്കുന്ന നമ്പറിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കണം. 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ആ തന്ന നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കൂ. ഒന്നുകൂടി പറയാം, ആ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 0 ആയിരിക്കുകയോ അല്ലെങ്കിൽ ആ 2 ഡിജിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന നമ്പർ 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കുകയോ ചെയ്താൽ നമുക്ക് ആ തന്ന നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഇത് അവസാന 2 അക്കങ്ങൾ 0 ആയിരിക്കുകയോ അവസാന 2 അക്കം ചേർന്നുണ്ടാക്കുന്ന ആ സംഖ്യ 4ന്റെ ഗുണിതമായിരിക്കുകയോ ചെയ്താൽ, 4 കൊണ്ട് കൃത്യമായി ശിഷ്ടം 0 വരത്തക്ക വിധത്തിൽ കൃത്യമായി ഹരിച്ചു പോവുകയോ ചെയ്താൽ നമുക്ക് തന്ന നമ്പറിനെ 4 കൊണ്ട് കൃത്യമായി ഹരിക്കാൻ സാധിക്കും. മനസ്സിലായല്ലോ? നോക്കാം. എക്സാമ്പിൾ 2308. 2308. ഇതിലെ ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി. 08 എന്ന ഈ നമ്പറിനെ നമുക്ക് മൾട്ടിപ്പിൾ ഓഫ് 4 ആണ് അല്ലേ? 4ന്റെ മൾട്ടിപ്പിൾ ആണ്. 4 2s are അല്ലേ? 4ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഇതിനെ നമുക്ക് ഈ നമ്പറിനെയും 4 കൊണ്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് നമ്പർ നോക്കൂ, 384. 384 ലാസ്റ്റ് 2 ഡിജിറ്റ് 84 ആണ്. 84നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ നോക്കുക. 8ൽ 4 കംപ്ലീറ്റ് ആയി ഡിവൈഡ് ചെയ്യാൻ പറ്റും, 4നെയും സാധിക്കും. അതുകൊണ്ട് 84നെ കംപ്ലീറ്റ് ആയിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് ഈ തന്ന 384നെയും കൃത്യമായി 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് തേർഡ് എക്സാമ്പിൾ നോക്കൂ, 8200. ഇവിടെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 0 ആണ്. നമ്മൾ പറഞ്ഞിരുന്നു ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 0 ആയാലും നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഈ നമ്പറിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 7317. ഇവിടെ ലാസ്റ്റ് 2 ഡിജിറ്റ് 17 ആണ്. അതൊരു 4ന്റെ മൾട്ടിപ്പിൾ അല്ല. 4 4s are 16. 4 4 16. ബാക്കി 1 വരും, ശിഷ്ടം 1 വരും. റിമൈൻഡർ 1 വരുന്നത് കൊണ്ട് ഇത് 4ന്റെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് ഇതിനെ കൃത്യമായി 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഒന്നും കൂടി പറയാം. 4ന്റെ മൾട്ടിപ്പിൾ ആവണം. ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ചേർന്നുണ്ടാവുന്ന നമ്പർ 4ന്റെ മൾട്ടിപ്പിൾ ആവുകയോ അല്ലെങ്കിൽ ആ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 0 ആയിരിക്കുകയോ ചെയ്താൽ നമുക്ക് 4നെ കൊണ്ട് ആ നമ്പറിനെ കൃത്യമായി ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. സിമ്പിൾ ആണ്. നമുക്ക് ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി. എത്ര വലിയ നമ്പർ ആയാലും ഇവിടെ നമുക്ക് എത്ര ഡിജിറ്റ്സ് നമ്മൾ ഇവിടെ ആഡ് ചെയ്തു പോയാലും അതൊന്നും പ്രശ്നമില്ല. നമുക്ക് ഇവിടെ ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഡിവിസിബിലിറ്റി ബൈ 5 ആണ് നെക്സ്റ്റ് നോക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. അത് ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എന്താണ് ലാസ്റ്റ് 1 ഡിജിറ്റ് മാത്രം 1 ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി. യൂണിറ്റ് പ്ലേസിലുള്ള നമ്പർ ലാസ്റ്റ് ഡിജിറ്റ് 0യോ 5ഓ ആയി കഴിഞ്ഞാൽ നമുക്ക് 5 കൊണ്ട് കംപ്ലീറ്റ് ആയി ആ തന്ന നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അത് ലാസ്റ്റ് ഡിജിറ്റ് 0 അല്ലെങ്കിൽ 5 ഇത് ആവണം എന്നുള്ളതാണ്.
ഇവിടെ നോക്കൂ, ഈ നമ്പറിൽ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കുക, 5 ആണ്. ഇതിനെ 5 ആണ്, അതുകൊണ്ട് ഈ നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 0 ആണ്, 0 ഓർ 5 എന്നാണ് പറയുന്നത് അല്ലേ. വൺസ് പ്ലേസിലുള്ള നമ്പർ 0 ആണ്. ഈ നമ്പർ 0 ആയതുകൊണ്ട് ഈ നമ്പറിനെയും ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. ആ 5 എന്ന നമ്പർ നമുക്ക് 5നെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും, അതുകൊണ്ട് ഇതിനെയും ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ് അല്ലേ, 1 ആണ്. അതുകൊണ്ട് ഇത് നമുക്ക് 0യോ 5ഓ അല്ല, അതുകൊണ്ട് ഇത് കൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 3 ആണ്. 3 0 5 അല്ലാത്തത് കൊണ്ട് നമുക്ക് ഇതിനെയും സാധിക്കില്ല. ഇനി ഇവിടെ എത്ര ഡിജിറ്റ് 1 2 3 4 ഇങ്ങനെ എത്ര ഡിജിറ്റ് ഇങ്ങനെ എഴുതിയാലും കാര്യമില്ല, ഈ നമ്പറിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. എത്ര ഡിജിറ്റ് പുറകിലേക്ക് എഴുതി കഴിഞ്ഞാലും ഇതിലൂടെ എത്ര ഡിജിറ്റ് പുറകിലേക്ക് എഴുതി കഴിഞ്ഞാലും ഇതിനെ സാധിക്കും. ഇവിടെ എത്ര ഡിജിറ്റ് മുന്നിൽ എഴുതി കഴിഞ്ഞാലും ഇതിനെ സാധിക്കില്ല. ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ അല്ലേ. 6 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി എങ്ങനെ ചെക്ക് ചെയ്യാം? 6 എന്ന് പറയുന്നത് 2 × 3 ആണ് അല്ലേ. 6 2 മൾട്ടിപ്ലൈഡ് വിത്ത് 3 ആണ്. അതുകൊണ്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം, 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ സാധിക്കണം. അതായത് ഒരു നമ്പറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കണം, 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ സാധിക്കണം. നമുക്കറിയാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് പരിശോധിക്കാൻ നമുക്കറിയാം. എന്തായിരിക്കുന്നു? ലാസ്റ്റ് ഡിജിറ്റ് 0 2 4 6 8 ഇതിലേതെങ്കിലും നമ്പർ ആയിരിക്കണം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ എന്നറിയാനോ? സം ഓഫ് ഡിജിറ്റ്സ് 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം, അതായിരുന്നു അല്ലേ. അപ്പൊ നമുക്ക് ഒരു നമ്പറിനെ നോക്കാം. നോക്കൂ, ആദ്യം ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ എന്ന് നോക്കുക. പിന്നെ അതില്ലെങ്കിൽ പിന്നെ മറ്റൊന്ന് നോക്കിയിട്ട് കാര്യമില്ല. 2 and 3 എന്നാണ്, 2 കൊണ്ടും 3 കൊണ്ടും ഹരിക്കാൻ സാധിക്കണം. അല്ലാതെ 2 or 3 എന്നല്ല, 2 കൊണ്ടോ 3 കൊണ്ടോ എന്നല്ല പറഞ്ഞത്. 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ സാധിക്കണം, 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ സാധിക്കണം. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 എന്നുള്ളതാണ് ലാസ്റ്റ് ഡിജിറ്റ്. ലാസ്റ്റ് ഡിജിറ്റ് 2 ആണെങ്കിൽ നമുക്കറിയാം 0 2 4 6 8 0 അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും, 2 കൊണ്ട് സാധിക്കും. ഇനി 3 കൊണ്ട് മാത്രം ചെക്ക് ചെയ്താൽ മതി. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ സം ഓഫ് ഡിജിറ്റ്സ് 3യുടെ മൾട്ടിപ്പിൾ ആവണം. 2 + 3 5 5 + 5 10 10 + 2 12 എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിളും കൂടിയാണ് അല്ലേ. 12നെ 3 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഈ നമ്പറിനെ 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. അതുകൊണ്ട് ഈ നമ്പറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഈ നമ്പറിനെ നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ എന്നാണ്. ആദ്യം നോക്കേണ്ടത് ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ആണ്. ലാസ്റ്റ് ഡിജിറ്റ് 3 എന്നുള്ളത് ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം. ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഫസ്റ്റിൽ തന്നെ ആ കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ തന്ന നമ്പറിനെ നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് പരിശോധിച്ചിട്ട് കാര്യമില്ല. 2 കൊണ്ട് ആദ്യം നോക്കുക, ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതിയല്ലോ. അതുകൊണ്ട് ഇതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. മറ്റൊരു നമ്പർ നോക്കൂ. നമുക്ക് ഈ നമ്പറിനെ നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത്. 6 ലാസ്റ്റ് ഡിജിറ്റ് വൺസ് പ്ലേസിലേക്കാണ്. അവിടെ ഒറ്റ സ്ഥാനത്തെ സംഖ്യ 6 ആണ്, 6 ആണ്. 6 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പറാണ്. 2 4 6 8 6 വരുന്നതാണ് അല്ലേ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാമോ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാമോ, ഇതിനെ എന്ത് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാമോ എന്ന് നോക്കുക. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഇതിന്റെ സം ഓഫ് ഡിജിറ്റ്സ് നോക്കുക. 5 + 8 13 13 + 4 17 17 18 18 + 6 24 24നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. 24 is a multiple of 3. Therefore 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. അതുകൊണ്ട് ഇതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. മനസ്സിലായല്ലോ? അതായത് നമ്മൾ രണ്ട് കണ്ടീഷൻ നോക്കുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ എന്ന് നോക്കാൻ ലാസ്റ്റ് ഡിജിറ്റ് 0 2 4 6 8 ഇതിൽ ഏതെങ്കിലും ആണോ എന്ന് നോക്കുക. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ എന്ന് നോക്കാൻ സം ഓഫ് ഡിജിറ്റ്സ് നമുക്ക് 3യുടെ മൾട്ടിപ്പിൾ ആണോ എന്നും ചെക്ക് ചെയ്യാം. രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഇപ്പോൾ പറഞ്ഞത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ എന്നറിയുന്നതിന് ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി മക്കളെ. അതിലെ ലാസ്റ്റ് ഡിജിറ്റ് 0, 2, 4, 6, 8 ഇതിലേതെങ്കിലും ഒന്നായിരിക്കണം. നെക്സ്റ്റ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കംപ്ലീറ്റ് ആയിട്ട് എക്സാക്ട്ലി ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? തന്ന നമ്പറിന്റെ സം ഓഫ് ഡിജിറ്റ്സ്, അക്കങ്ങളുടെ തുക കാണുക. ആ സം ഓഫ് ഡിജിറ്റ് 3യുടെ മൾട്ടിപ്പിൾ ആണോ എന്ന് 3 കൊണ്ട് കൃത്യമായി ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ, റിമൈൻഡർ 0 വരത്തക്ക വിധം എന്ന് മാത്രം പരിശോധിച്ചാൽ മതി. സം ഓഫ് ഡിജിറ്റ്സ് 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് തന്ന നമ്പറിനെയും 3 കൊണ്ട് കൃത്യമായി ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് 4 ആണ്. 4ന് നമ്മൾ പറഞ്ഞത് ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 0 ആവുകയോ ആ ലാസ്റ്റ് 2 ഡിജിറ്റ് ചേർന്നുണ്ടാകുന്ന നമ്പർ എന്തുണ്ടായിരിക്കണം? അത് 4ന്റെ മൾട്ടിപ്പിൾ ആവുകയോ ചെയ്യണം. 4 കൊണ്ട് കൃത്യമായി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നോ നമ്മൾ പരിശോധിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും അത് ഒന്നുകിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം ലാസ്റ്റ് 2 ഡിജിറ്റ്. ഇത് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതിനെ 4ന്റെ മൾട്ടിപ്പിൾ ആണ്, 4 കൊണ്ട് എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. നെക്സ്റ്റ് 5 ആണ്. 5 വളരെ സിമ്പിൾ ആണ്. 0 or 5 ലാസ്റ്റ് ഡിജിറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് 5 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് 6 ആണ്. 6 2 മൾട്ടിപ്ലൈഡ് വിത്ത് 3 ആണ്. 6 2 3 ആണ് അതിൻ്റെ ഫാക്ടേഴ്സ്. അതുകൊണ്ട് 2 കൊണ്ടും 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമുക്ക് എന്തിനെ തന്ന നമ്പറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആണല്ലോ അല്ലേ? ഇപ്പോൾ പഠിച്ചത് 2 to 6 വരെയുള്ള നമ്പേഴ്സിന്റെ ഡിവിസിബിലിറ്റിയാണ് അല്ലേ? നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഒരു നമ്പറിനെ നമ്മൾ പഠിച്ച ഈ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ എന്ന് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കുമോ എന്ന് നോക്കാം. നോക്കൂ, തന്ന നമ്പർ ഇതാണ് 43,824. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചെക്ക് ചെയ്യാൻ ആദ്യം നമ്മൾ എന്ത് ചെയ്താൽ മതി? ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്, ഒരു ഈവൺ നമ്പർ ആണ്. അതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഈ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ് അല്ലേ? നെക്സ്റ്റ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ എന്ന് നോക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? എന്താണ് ചെയ്യാൻ പറഞ്ഞത്? നിങ്ങളും ഒന്ന് പരിശോധിച്ച് നോക്കൂ. എന്താണ്? 3 കൊണ്ടാണെങ്കിൽ അതിന്റെ സം ഓഫ് ഡിജിറ്റ്സ് കാണണം. 4ഉം 3ഉം 7, 7 + 8 15, 15 + 2 17, 17 + 4 21. 21 3യുടെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് ഈ നമ്പറിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും അല്ലേ? നെക്സ്റ്റ് 4 ആണ്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കണം എന്നറിയാൻ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 0 ആയിരിക്കുകയോ അതിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് ഒന്നുകിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ എന്ന് നോക്കണം അല്ലേ? ഇവിടെ 2 ഡിജിറ്റ്സ് 0 അല്ല, മറിച്ച് 24 എന്ന നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും അല്ലേ? 4ന്റെ മൾട്ടിപ്പിൾ ആണ്. 6 4s are 24. അതുകൊണ്ട് ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതായത് ഈ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ എന്നറിയുന്നതിന് ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കുക. ലാസ്റ്റ് ഡിജിറ്റ് 0യോ 5ഓ ആയിരിക്കണം. അത് ഇവിടെ സാധിക്കില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് 5 കൊണ്ട് എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ എന്ന് നോക്കുന്നതിന് 2 കൊണ്ടും 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ എന്ന് നോക്കിയാൽ മതി. ഇവിടെ 2 കൊണ്ട് സാധിക്കും, 3 കൊണ്ടും സാധിക്കും. അതുകൊണ്ട് 6 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. മനസ്സിലായല്ലോ? ഇതുപോലെ നിങ്ങൾ കുറച്ച് നമ്പേഴ്സ് തരാം, അത് ചെക്ക് ചെയ്ത് നോക്കുക. 2 to 6 വരെ ഇതുപോലെ ഒറ്റയടിക്ക് എല്ലാ ഇതും കൂടി, എല്ലാ ചെക്കിങ്ങും കൂടി, എല്ലാ റൂൾസും യൂസ് ചെയ്തുകൊണ്ട് ആ നമ്പറിനെ ഏതെല്ലാം നമ്പർ കൊണ്ട് 2 to 6 വരെയുള്ള ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും എന്ന് പരിശോധിക്കുക. 1 കൊണ്ട് പിന്നെ എല്ലാ നമ്പറുകളെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് അത് പ്രത്യേകിച്ച് പറയാൻ പറ്റുന്നത്. 0 കൊണ്ട് പിന്നെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് നോട്ട് ഡിഫൈൻഡ് ആണ്. അത് നമ്മൾ നിർവചിച്ചില്ല. അതിന്റെ ഇൻഫിനിറ്റി എന്നൊക്കെ പറയും അല്ലേ? അത് 0 കൊണ്ടും 1 കൊണ്ടും അതുകൊണ്ടാണ് നമ്മൾ ഉൾപ്പെടുത്താതിരുന്നത്. 2 കൊണ്ട് മുതൽ 6 വരെയുള്ള നമ്പേഴ്സ് കൊണ്ടുള്ള ഡിവിസിബിലിറ്റിയാണ് നാം ഇപ്പോൾ പഠിച്ചത്. നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് നോക്കൂ. ഏതെങ്കിലും നമ്പർ എഴുതി കഴിഞ്ഞ് അതുകൊണ്ട് ഈ എല്ലാ നമ്പറുകൾ കൊണ്ടും ഒരുമിച്ച് അത് ചെക്ക് ചെയ്ത് നോക്കുക. ലാസ്റ്റ് നമ്മൾ ചെയ്തതുപോലെ. ക്ലിയർ? നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് 7 തൊട്ട് 12 വരെയുള്ള നമ്പേഴ്സിന്റെ ഡിവിസിബിലിറ്റി പരിശോധിക്കാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ.